നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ നിരവധി രാജവംശങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചോള രാജവംശം, ചേര രാജവംശം, പല്ലവ, മുഗൾ തുടങ്ങി നിരവധി രാജവംശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു രാജവംശമാണ് മ്ലേച്ഛ രാജവംശം. ഇന്ത്യയിലെ അസം, ഭൂട്ടാൻ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാമരൂപ സാമ്രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് മ്ലേച്ഛ രാജവംശം. AD 350 മുതൽ AD 1140 വരെയാണ് കാമരൂപ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടം. കാമരൂപ സാമ്രാജ്യം ഭരിച്ചിരുന്നത് വർമ്മൻ രാജവംശം, മ്ലേച്ഛ രാജവംശം, പാല രാജവംശം എന്നിങ്ങനെ 3 രാജവംശങ്ങളാണ്. ഏകദേശം 21 ഭരണാധികാരികളാണ് മ്ലേച്ഛ രാജവംശത്തിലുണ്ടായിരുന്നത്. സാലസ്തംഭയായിരുന്നു മ്ലേച്ഛ രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി. AD 650 മുതൽ AD 670 വരെയാണ് സാലസ്തംഭയുടെ ഭരണകാലഘട്ടം. ഹറുപ്പേശ്വർ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ അസമിലെ തേസ്പൂർ ആയിരുന്നു മ്ലേച്ഛ രാജവംശത്തിൻ്റെ തലസ്ഥാനം. സാലസ്തംഭയുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ബ്രഹ്മപുത്രയുടെ സമീപ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അധികാരം ഏകീകരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി. കാമരൂപയ്ക്കുള്ളിലെ എതിരാളികളെയും കലാപങ്ങളെയും അടിച്ചമർത്തുന്നതിലൂടെ സൈനിക ഏകീകരണത്തിൽ സാലസ്തംഭ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാജ്യം ശക്തിപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്നു. കൃഷി പുനഃസംഘടിപ്പിക്കുക, സമുദ്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, വാണിജ്യം ഉത്തേജിപ്പിക്കുന്നതിനായി ചെമ്പ് നാണയങ്ങൾ പുറത്തിറക്കുക തുടങ്ങിയ ഭരണപരിഷ്കാരങ്ങൾ സാലസ്തംഭയുടെ ഭരണകാലത്തുണ്ടായി. കാമരൂപ സാമ്രാജ്യത്തിലെ തദ്ദേശീയ പാരമ്പര്യങ്ങളെ ഉയർന്നുവരുന്ന താന്ത്രിക ശൈവമതവും ബുദ്ധമതവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പരിവർത്തനവും ഈ കാലഘട്ടത്തിലുണ്ടായി. ജനങ്ങൾക്ക് ഭരണത്തിലുള്ള വിശ്വസ്തത ഉറപ്പാക്കാൻ ഭരണാധികാരികൾ ബ്രാഹ്മണർക്ക് വിപുലമായ ഭൂമി ഗ്രാൻറ്റുകൾ നൽകി. അവരെ നികുതികളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും ഒഴിവാക്കി. ഹിന്ദു ക്ഷേത്രങ്ങളെ സജീവമായി സംരക്ഷിച്ച രാജവംശമായിരുന്നു മ്ലേച്ഛ രാജവംശം. തലസ്ഥാനത്ത് പുരോഹിതന്മാർക്കും ബ്രാഹ്മണർക്കും ക്ഷേത്രം നിർമ്മിക്കാൻ ഒന്നിലധികം സ്ഥലങ്ങൾ ദാനം ചെയ്തു. സാലസ്തംഭയ്ക്ക് ശേഷം ഭരണത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ഭരണകർത്താവാണ് ഹർഷദേവൻ. AD 730 മുതൽ AD 750 വരെയാണ് ഹർഷദേവന്റെ ഭരണകാലഘട്ടം. പ്രജകൾക്ക് പ്രിയപ്പെട്ട രാജാവായിരുന്നു ഹർഷദേവൻ. ഒദ്ര, കലിംഗ, കോസല എന്നീ പ്രദേശങ്ങൾ കീഴടക്കി അദ്ദേഹം രാജ്യം വിപുലീകരിച്ചു. സൈനിക വൈദഗ്ധ്യമുള്ള രാജാവായിരുന്നു ഹർഷദേവൻ. കനൗജിലെ യശോധവർമ്മനുമായുണ്ടായ യുദ്ധത്തിൽ ഹർഷദേവൻ കൊല്ലപ്പെട്ടു. ഹർഷദേവന് ശേഷം എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജാവായിരുന്നു ഹർജരവർമ്മൻ. AD 815 മുതൽ AD 832 വരെ ഏകദേശം 17 വർഷമാണ് ഹർജരവർമ്മൻ കാമരൂപ ഭരിച്ചത്. മ്ലേച്ഛ രാജവംശത്തിലെ ശക്തനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ഹർജരവർമ്മനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാളും ബീഹാറും കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് പാല രാജവംശം. ഈ രാജവംശവുമായുള്ള ആദ്യകാല ഏറ്റുമുട്ടലുകൾ കാമരൂപയുടെ അതിർത്തികളെ ശക്തിപ്പെടുത്തി. എന്നിരുന്നാലും ചാലൂക്യർ, രാഷ്ട്രകൂടർ തുടങ്ങിയ ശക്തികളിൽ നിന്നുള്ള വിശാലമായ ഭീഷണികൾ ഹർജരവർമ്മന് നേരിടേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ പൊതുജനക്ഷേമം നിലനിർത്തുന്നതിൽ പ്രജകൾക്ക് ന്യായമായ വിഹിതം അനുവദിച്ചു. ഗതാഗതത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആനകളെ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഹർജരവർമ്മൻ്റേത്. മതസ്ഥാപനങ്ങൾക്ക് അദ്ദേഹം പ്രത്യേകം സംരക്ഷണം നൽകി. ഹർജരവർമ്മന് ശേഷം വന്ന വനമാല വർമ്മദേവൻ AD 832 മുതൽ AD 855 വരെ കാമരൂപ ഭരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പാലന്മാരുമായി നയതന്ത്രപരമായ ഇടപെടലുകളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. ഹർജരവർമ്മൻ്റെയും വനമാല വർമ്മദേവൻ്റെയും ഭരണത്തിൻ കീഴിൽ രാജവംശം ഉന്നതിയിലെത്തി. അയൽ ശക്തികൾക്കെതിരായ ആക്രമണങ്ങളിലൂടെ സൈനിക സ്വാധീനം വികസിപ്പിച്ചു. നാടോടി കഥകളെയും പാരമ്പര്യങ്ങളെയും സംസ്കൃത സാഹിത്യ രൂപങ്ങളുമായി ലയിപ്പിക്കുകയും കലയും സാഹിത്യവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടം വിശാലമായ ഒരു സാംസ്കാരിക സമന്വയത്തിന് സാക്ഷ്യം വഹിച്ചു. കാമരൂപയിലെ അവസാനത്തെ രാജാവായിരുന്നു ത്യാഗസിംഹൻ. AD 890 മുതൽ AD 900 വരെയാണ് ത്യാഗസിംഹന്റെ ഭരണകാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പാല സമ്മർദ്ദങ്ങൾ മൂലം കാമരൂപയുടെ ഐക്യത്തെ ശിഥിലമാക്കിയിരുന്നു.
മ്ലേച്ഛ രാജവംശത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് പിന്തുടർച്ചാവകാശ തർക്കങ്ങളും കേന്ദ്ര അധികാരത്തെ ഇല്ലാതാക്കുന്ന വിഘടിച്ച ഭരണങ്ങളും ഉൾപ്പെടെയുള്ള ആന്തരിക ബലഹീനതകളാണ്. അവസാനത്തെ രാജാവായ ത്യാഗസിംഹന്റെ ഭരണകാലത്ത് രാജ്യം തകർച്ചയുടെ പരിസമാപ്തിയിലെത്തി. അനന്തരാവകാശിയില്ലാതെ അദ്ദേഹം മരിച്ചു. വ്യക്തമായ പിന്തുടർച്ചാവകാശ രേഖയുടെ അഭാവം പ്രഭുക്കന്മാർക്കും തദ്ദേശീയ പ്രഭുക്കന്മാർക്കും ഇടയിലുള്ള തർക്കങ്ങൾ രൂക്ഷമാക്കി. ത്യാഗസിംഹന്റെ മരണത്തെ തുടർന്ന് ഭരണത്തിനായി മത്സരിച്ച പ്രാദേശിക പ്രഭുക്കളുടെയും ഫ്യൂഡൽ മേധാവികളുടെയും സ്വാധീനത്താൽ ഹ്രസ്വമായ ഒരു ഇടക്കാല ഭരണം നടന്നു. സമ്പൂർണ്ണ തകർച്ച ഒഴിവാക്കാൻ ഒരു പ്രമുഖ ഫ്യൂഡൽ പ്രഭുവായ ബ്രഹ്മപാലനെ പുതിയ ഭരണാധികാരിയായി തിരഞ്ഞെടുത്തു. അതുവഴി കാമരൂപയിൽ പാല രാജവംശത്തിൻ്റെ ഭരണം ആരംഭിച്ചു. ഈ മാറ്റം മ്ലേച്ഛ രാജവംശത്തിൻ്റെ അന്ത്യം കുറിച്ചു.